IPL ഈ സീസണിൽ 8 മത്സരങ്ങളിൽ നിന്ന് 7 വിജയവുമായി 14 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ റോയൽസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. നായകൻ സഞ്ജു സാംസണിൻ്റെ നേതൃത്വ മികവ് ഇതിനോടകം തന്നെ ഏവരുടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട്. മുന്നിൽ നിന്ന് നയിക്കുന്ന സാംസണ് ഈ വർഷം നടക്കുന്ന T20 വേൾഡ് കപ്പ് ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ആയിരുന്ന സഞ്ജുവിനെതിരെ പന്തെറിഞ്ഞ് ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് ലോക ഇതിഹാസ ക്രിക്കറ്റർ വസീം അക്രം. 2010 മുതൽ 17 വരെ KKRൻ്റെ ബൗളിംഗ് കോച്ചായി അക്രം സേവനമനുഷ്ഠിച്ചിരുന്നു. പ്രമുഖ സ്പോർട്സ് മാധ്യമമായ സ്പോർട്സ് കീടയുടെ മാച്ച് കി ബാത് ഷോയിൽ സംസാരിക്കവെയാണ് അക്രം സഞ്ജുവിനെപ്പറ്റി പറഞ്ഞത്. 2010 ഈ സംഭവം നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് KKR ബ്ലാക്ക് കിറ്റിലായിരുന്നു. 2011 പർപ്പിൾ കളറിലേക്ക് മാറിയത്. ഞങ്ങൾ IPLന് മുമ്പായി പ്രീ സീസൺ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഈഡൻ ഗാർഡനിലായിരുന്നില്ല, മറ്റൊരു ഗ്രൗണ്ടിലായിരുന്നു ക്യാമ്പ് നടന്നത്. എന്നാൽ കുറച്ച് ബൗളർമാർ മാത്രമേ ഈ ക്യാമ്പിലുണ്ടായിരുന്നുള്ളൂ. സഞ്ജു ബാറ്റ് ചെയ്യാനായി എത്തിയിരുന്നു. അന്ന് അവൻ വലിയ നാണക്കാരനായിരുന്നു. അധികം ആരോടും സംസാരിക്കില്ലായിരുന്നു. എന്നാൽ വിക്കറ്റ് കീപ്പിംഗ് സ്കില്ലുകൾ അപാരമായിരുന്നു. സഞ്ജു ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഞാൻ പന്തെറിഞ്ഞു കൊടുത്തു. സഞ്ജു ഇത് ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 2 ഔട്ട് സിംഗറുകൾ എറിഞ്ഞ് ഞാൻ സഞ്ജുവിനെ ബീറ്റ് ചെയ്തു. 3-ാം പന്തിൽ ഇൻ സിംഗർ എറിഞ്ഞ് അവൻ്റെ സ്റ്റമ്പ് തെറിപ്പിച്ചു. എന്നിട്ട് വിരലുയർത്തി ആംഗ്യം കാണിച്ച് പുറത്തേക്ക് വിട്ടു. ആ സമയത്ത് അവന് KKRൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. എനിക്ക് അന്നേ ഉറപ്പായിരുന്നു ഭാവിയിൽ ഒരു മികച്ച കളിക്കാരനാകാനുള്ള ടാലൻറ്റ് അവനുണ്ടായിരുന്നുവെന്ന്. അവൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. മാത്രമല്ല ഒരു കൊച്ചു പയ്യനുമാണ്. സൂപ്പർ താരങ്ങൾ ചുറ്റുമുള്ളതിനാൽ അവൻ സമ്മർദ്ദത്തിലായിരുന്നു. കുറച്ച് സമയമേ അവനൊപ്പം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഭാവിയിലെ മികച്ചൊരു താരമായി അവൻ മാറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2012 സീസണിൽ KKR സാംസണെ റിലീസ് ചെയ്തു. പിന്നീട് 2013 രാജസ്ഥാനിൽ സാംസൺ ജോയിൻ ചെയ്തിരുന്നു. അക്രം പ്രവചിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള ക്രിക്കറ്റ് താരമായി സാംസൺ വളർന്നിരിക്കുകയാണ്. തൻ്റെ നേതൃത്വ മികവിലൂടെ ഈ സീസണിൽ രാജസ്ഥാനെ പ്ലേ ഓഫിന് തൊട്ടരികിലും എത്തിച്ചു. ഇത്തവണ രാജസ്ഥാൻ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ IPL കിരീടം ചൂടുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആരാധകരും വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.